ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഇലക്ട്രിക് സൈക്കിളിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ സ്റ്റിക്കർ ഒട്ടിക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ ഞാൻ മുമ്പ് എപ്പോഴും വാങ്ങിയതാണ്. അപ്പോൾ ഇതാണ് നമ്മളിതിൽ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് സൈക്കിളുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല, നമ്മൾ വെറുതെ ഒരു സ്റ്റിക്കർ പോലെ ഒട്ടിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിൽ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി അസംബ്ലിങ് വർക്ക് ചെയ്യാം. മോട്ടറിൽ നിന്നുള്ള ഡ്രൈവ് നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ഫ്രീ വീലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഫ്രീ വീൽ ഹബിൽ പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ ആദ്യം ചെയ്ത വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സൈക്കിളിലുണ്ടായിരുന്ന വീല് നമ്മൾ അഴിച്ചെടുത്തിട്ടാണ് ഇതിൽ പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ഫ്രീ വീൽ ഇടുന്നത് കാണിക്കാത്തത്. ഇത് നമ്മൾ സൈക്കിൾ ട്യൂബിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത പീസാണ്. അപ്പോൾ ഇത് നമുക്കിവിടെ ഒട്ടിച്ച് വയ്ക്കണം. അപ്പോൾ ഇത് ചെയ്യുന്നത് നമ്മുടെ ബാറ്ററിയും മെറ്റൽ ഷീറ്റും തമ്മിലുള്ള വൈബ്രേഷൻ കുറയ്ക്കാനും അതുപോലെ ബാറ്ററി സ്ലിപ്പ് ആവാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഈ ബ്രേക്ക് ലിവർ കിറ്റിൻ്റെ കൂടെ കിട്ടിയതാണ്. അപ്പോൾ ഇത് സ്വിച്ച് ഉള്ള ടൈപ്പ് ബ്രേക്ക് ലിവറാണ്. അതായത് ഇതിൽ നിന്നൊരു കണക്ഷൻ കൺട്രോളറിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് മോട്ടറിലേക്കുള്ള സപ്ലൈ കട്ടാവും. ഈ കിറ്റിൻ്റെ കൂടെ ബാറ്ററി ഇൻഡിക്കേറ്ററും ഹോണും കൂടെ ഉൾപ്പെടുന്ന ഒരു ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ ഈ യൂണിറ്റ് ഫുള്ളായിട്ട് ഇതുപോലെ ഇങ്ങനെ കത്തി നിൽക്കും. അപ്പോൾ ഇത് രാത്രി ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്കിതിൽ ബ്ലാക്ക് പെയിൻ്റ് അടിക്കണം. പെയിൻ്റ് അടിച്ചതിന് ശേഷം ലൈറ്റ് നമ്മൾ അസംബിൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹാൻഡിൽ ബാറിൻ്റെ സെൻറ്ററിൽ വെക്കാൻ കണക്കാക്കിയിട്ട് ഇതിൻ്റെ ലെഗ്ഗൊക്കെ ഇടയിലുള്ള ഗ്യാപ്പും കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വയറെല്ലാം കേബിൾ ടൈറ്റ് കെട്ടിയതിന് ശേഷം നമുക്ക് ആ ബാറ്ററി വയ്ക്കുന്ന ബോക്സിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകണം. സൈക്കിളിൻ്റെ ബാക്ക് ലൈറ്റ് ഒരു ബ്രേക്ക് ലൈറ്റും കൂടി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ വയറും അതുപോലെ മോട്ടറിൻ്റെ വയറും കൂടെ ഒരു സ്ലീവിൻ്റെ അകത്താക്കിയിട്ട് നമുക്ക് ബാറ്ററി ബോക്സിലേക്ക് കൊണ്ടുപോകണം. ബാറ്ററി സൈഡ് കവറിൽ തട്ടി വൈബ്രേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് സൈക്കിൾ ട്യൂബിൻ്റെ 2 പീസ് ഈ സൈഡ് കവറിൽ ഒട്ടിച്ച് വയ്ക്കണം. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 9Hൻ്റെ ബൈക്കിൽ വയ്ക്കുന്ന ടൈപ്പ് ബാറ്ററിയാണ്. അപ്പോൾ ഇത് ശരിക്കും ഇലക്ട്രിക് സൈക്കിളിൻ്റെ പർപ്പസിന് അത്ര നല്ല ബാറ്ററി അല്ല. കാരണം സാധാരണ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഓട്ടോമോട്ടീവ് ടൈപ്പ് ബാറ്ററി ശരിക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അതിൻ്റെ ഉപയോഗം വരുന്നത്. അതിനുശേഷം ബാറ്ററിയിലേക്ക് ചാർജ് കയറുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു പ്രാവശ്യം ബാറ്ററി ചാർജ് ചെയ്തതിന് ശേഷം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്ചാർജിങ് മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി പെർഫോമൻസ് കുറയാനും അതുപോലെ തന്നെ ബാറ്ററി ലൈഫൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത്തരം ബാറ്ററികൾ നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നത്.
അപ്പോൾ ഒന്നുകിൽ നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ലെഡ് ആസിഡ് ബാറ്ററി ഉപയോഗിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ലിഥിയം അയൺ ബാറ്ററി ഉപയോഗിക്കണം. അപ്പോൾ ഇതിൽ ലെഡ് ആസിഡ് ബാറ്ററി ആണെങ്കിൽ വെയിറ്റ് കൂടുതലായിരിക്കും, ലിഥിയം അയൺ ബാറ്ററി ആകുമ്പോഴത്തേക്ക് വെയിറ്റ് കുറവായിരിക്കും, പക്ഷേ വില കൂടുതലായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ ബാറ്ററികളൊന്നും തന്നെ നമ്മുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പം ബൈക്കിൻ്റെ ബാറ്ററി വെച്ച് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കൺട്രോളറിൻ്റെയും ബാറ്ററിയുടെയൊക്കെ കണക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു ബ്രേക്ക് ലൈറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു സാധാ റിഫ്ലക്ടറിൻ്റെ അകത്ത് 2 റെഡ് കളറിലുള്ള LED സ്ട്രിപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൺട്രോളറിൽ നമുക്ക് ബ്രേക്ക് ലൈറ്റിനുള്ള ഒരു ഔട്ട്പുട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ 24 വോൾട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 12 വോൾട്ടിൻ്റെ 2 LED സ്ട്രിപ്പ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു റെസിസ്റ്ററും കൂടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് കവർ ഇടണം. അപ്പോൾ നമ്മൾ വൈബ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ 4 വശത്ത് മാസ്കിംഗ് ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി വരുന്ന ഭാഗത്ത് നമ്മൾ സൈക്കിൾ ട്യൂബിൻ്റെ പീസും കട്ട് ചെയ്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൈക്കിളിൻ്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് മോട്ടോർ കിറ്റിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ബാറ്ററി ചാർജറാണ്. അപ്പോൾ നമുക്കിനി ഇതിനെ ചാർജിങ് ബോർഡിൽ കുത്തിയിട്ട് നമുക്ക് ബാറ്ററി ചാർജ് ചെയ്ത് നോക്കാം.
അപ്പോൾ നമുക്കിനി ഈ സൈക്കിളിനൊന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ എല്ലാവരും തന്നെ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ സൈക്കിൾ കയറ്റം കയറുമോ എന്നുള്ളത്. അപ്പോൾ ഇതിലിരിക്കുന്ന 250 വാട്ടിൻ്റെ മോട്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സാധാരണ സിംഗിൾ സ്പീഡ് സൈക്കിൾ കയറാൻ സാധ്യതയുള്ള കയറ്റങ്ങളൊക്കെ ഇതും കയറും. അപ്പോൾ അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ കയറ്റമുള്ള ഒരു റോഡിലാണ്. അപ്പോൾ ആ കയറ്റമൊക്കെ ഈസി ആയിട്ട് കയറുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ ബാറ്ററി മോട്ടറും ഒക്കെ കൂടെ വെച്ചപ്പോഴത്തേക്ക് സൈക്കിളിൻ്റെ വെയിറ്റ് കൂടുതലായതുകൊണ്ട് നമുക്കിത് കൈകാര്യം ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് സാധാരണ സൈക്കിൾ നമ്മൾ എടുത്ത് പൊക്കി വെച്ച് തിരിക്കുന്നത് പോലെയൊന്നും ഇത് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറഞ്ഞ ലിഥിയം ബാറ്ററി ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതുപോലെ നമ്മൾ സൈക്കിളിൻ്റെ ഒരു സൈഡിലായിട്ട് വെച്ചിരിക്കുന്ന PMDC മോട്ടറിനെക്കാളും നല്ലത് ഹബ്ബ് മോട്ടറാണ്. അപ്പോൾ ഇനി അടുത്ത് വരുന്ന ഒരു സംശയം ഇതിൻ്റെ റേഞ്ച് അല്ലെങ്കിൽ ഒരു ചാർജിൽ എത്ര ദൂരം പോകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി ഇലക്ട്രിക് സൈക്കിളിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേഞ്ച് നോക്കിയിട്ട് കാര്യമില്ല. എന്നാലും നമ്മളൊരു ഏകദേശം കണക്ക് പറയാം. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 9Ah ബാറ്ററിയാണ്. അപ്പോൾ നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള റോഡിൽ വലുതായിട്ട് ആക്സിലറേഷൻ ഒന്നും കൊടുക്കാതെ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20 കിലോമീറ്ററിനടുത്ത് റേഞ്ച് കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു കണക്കാണ്. അപ്പോൾ ഇതിലും കുറയാനാണ് സാധ്യത. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.